ധരൻ ഉണർന്നപ്പോൾ കണ്ടു തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന കാർത്തൂനെ. ഒരു ചിരിയോടുകൂടി അവൻ ക്ലോക്കിലേക്ക് നോക്കിയതും സമയം 8:30. ഈശ്വര, ഇത്രയും നേരം വൈകിയോ? എന്തൊരു ഉറക്കമായിരുന്നിത്. അവൻ കാർത്തുവിൻ്റെ തോളിൽ തട്ടി. കാർത്തു. ഒന്ന് രണ്ട് തവണ വിളിച്ചപ്പോഴേക്കും പെണ്ണൊന്ന് ചിണുങ്ങി. എഴുന്നേക്കടി, നേരം വെളുത്തു. കുറച്ച് സമയം കൂടി കഴിയട്ടെ ദേവേട്ടാ, ഉറക്കം മതിയായില്ല നീ. അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്നുകൊണ്ട് പറഞ്ഞു. സമയം എത്ര ആയിരിക്കുന്നു? നീ ക്ലോക്കിലേക്ക് നോക്കി, എന്നിട്ട് കിടന്നുറങ്ങിക്കോ. അവൻ പറഞ്ഞതും അല്പം മടിയോടുകൂടി കാർത്തു മുഖമുയർത്തി. എന്നിട്ട് ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി. ഫ്രഷ് ആയ ശേഷം ഇറങ്ങി വന്ന് ഡോർ തുറന്ന് അടുക്കളയിലേക്ക് പോയി. ലക്ഷ്മി ആൻറ്റിയും അമ്മയും കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ആ കാർത്തു, ഗുഡ് മോർണിംഗ്. ലക്ഷ്മി ആൻറ്റി അവളെ നോക്കി പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ് ആൻറ്റി. ദേവേട്ടൻ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. അത് കഴിഞ്ഞ് കിടന്നതും നന്നായിട്ടങ്ങ് ഉറങ്ങിപ്പോയി. അവരുടെ ഇരുവരുടെയും മുഖത്തേക്ക് നോക്കാതെ കൊണ്ട് അവൾ പറഞ്ഞു. ദേവൻ എഴുന്നേറ്റോ മോളെ? കുളിക്കാനായി കയറിയമ്മേ. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ദേവമ്മേ, ഇന്നലെ വന്നതല്ലേ. ചെന്നിട്ട് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. ദേവൻ ഇപ്പോൾ വരും ലക്ഷ്മി. എന്നിട്ട് എല്ലാവർക്കും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ധൃതി വെച്ച് പോയിട്ട് എന്തോ ചെയ്യാനാ? അതും മതി ലക്ഷ്മി ആൻറ്റി, പയ്യെ പോയാൽ മതി നീ. ദേവമ്മ എടുത്തു കൊടുത്ത ആവി പറക്കുന്ന ചായയുമായിട്ട് കാർത്തു ഒരു കസേരയിൽ പോയിരുന്നു. എന്നാലും ഒരു വീടടച്ച് പോകുന്നതല്ലേ, ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നതെല്ലാം ജോലിയാ. അതും കേട്ടുകൊണ്ടാണ് ധരൻ അവിടേക്ക് വന്നത്. എന്താണാവോ ഇവിടെ വലിയൊരു ചർച്ച? ഞാനോട് കേൾക്കട്ടെ. മോനെ, ഈ ലക്ഷ്മിയാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ബഹളം കൂട്ടുവാ. ഞാനും കാർത്തുമോളും കൂടി ലക്ഷ്മിയോട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞിറങ്ങാം അല്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ നീ അല്ലേ ലക്ഷ്മി ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ടവൻ അവരെ നോക്കി ചിരിച്ച ശേഷം കാർത്തൂനെ നോക്കി. മേനോനങ്കിളാണെങ്കിൽ വെളിയിൽ ആരോടോ ഫോണിൽ സംസാരിച്ച് നിൽക്കുകയാണ്. ധരൻ ആ സമയത്ത് കാറിൻ്റെ ഡിക്കി തുറന്ന ശേഷം കുറച്ച് കവറുകളൊക്കെ എടുത്ത് സിറ്റൗട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരു ചെറിയ കവറെടുത്ത് മേനോനെ ഏൽപ്പിച്ച ശേഷം അവനൊന്ന് കണ്ണിറുക്കി കാണിച്ചു. തിരിഞ്ഞതും എളിക്ക് കൈയും കൊടുത്തുകൊണ്ട് വീർപ്പിച്ച് കെട്ടി നിൽക്കുന്ന കാർത്തൂനെയാണ് കണ്ടത്. ദേവമ്മയെന്ന് അലറി വിളിക്കാൻ തുടങ്ങിയ പെണ്ണിൻ്റെ വായ മൂടിക്കൊണ്ട് അവൻ അവളെ വട്ടം പിടിച്ചു. ഡി, മിണ്ടരുത് കേട്ടോ, ലക്ഷ്മി ആൻറ്റി അറിഞ്ഞ വഴക്ക് പറയും. വല്ലപ്പോഴും ഉള്ളൂ. അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞതും അവൾ ഒന്നടങ്ങി. എങ്കിലും അവനെ ദഹിപ്പിക്കും മട്ടിൽ ഒരു നോട്ടം നോക്കി. പെണ്ണപ്പോഴേക്കും, എന്താടി നോക്കി പേടിപ്പിക്കുന്നത്? വെച്ചിട്ടുണ്ട് കേട്ടോ, റൂമിലേക്ക് വാ. അതാണ് എനിക്കും പറയാനുള്ളത്. നീ ഒന്ന് റൂമിലേക്ക് വന്നേ. തന്നെയാണെങ്കിൽ മൊത്തത്തിൽ ആകമാനമൊന്ന് ചൊഴിഞ്ഞു നോക്കിക്കൊണ്ടുള്ള അവൻ്റെ പറച്ചിൽ കേട്ടതും കാർത്തൂന് പിന്നെയും ദേഷ്യം കൂടി വന്നു. മോനെ ദേവ. അപ്പോഴേക്കും മേനോനങ്കിൾ ഫോൺ സംഭാഷണം മതിയാക്കി അവിടേക്ക് കയറി വന്നു. അങ്കിളെ, അതെടുത്ത് വണ്ടിയിലേക്ക് വെച്ചു. ലക്ഷ്മിയമ്മ അറിയണ്ട കേട്ടോ. അവൻ ശബ്ദം താഴ്ത്തി. പുട്ടും കടലക്കറിയുമായിരുന്നു കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. കുറച്ച് സമയം കൂടി ഇരുന്ന ശേഷം ലക്ഷ്മി ആൻറ്റിയും മകളും മടങ്ങിപ്പോയത്. ഓഫീസിലേക്ക് വരെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞ് ധരനും അവർക്ക് പിന്നാലെ ഇറങ്ങി. ഊണ് കഴിക്കുന്ന നേരമായപ്പോൾ കാർത്തുവാണെങ്കിൽ ധരൻ്റെ ഫോണിലേക്ക് വിളിച്ചു. പക്ഷെ അവനെത്താൻ സാധിക്കത്തില്ലെന്നും അത്യാവശ്യമായിട്ട് കുറച്ച് മീറ്റിംഗ്സ് ഉണ്ടെന്നുമൊക്കെയാണ് ധരൻ അവളോട് മറുപടി പറഞ്ഞത്. അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കാർത്തുവിൻ്റെ ഫോണിലേക്ക് ഒരു മിസ്ഡ് കോൾ വന്നു. പരിചയമില്ലാത്ത നമ്പറായതുകൊണ്ട് അവൾ തിരിച്ചു വിളിക്കാനും മെനക്കെട്ടില്ല. അല്പം കഴിഞ്ഞതും പിന്നെയും ആ കോൾ അവളെ തേടിയെത്തി. ഒടുക്കും അത് അറ്റൻഡ് ചെയ്യാൻ അവൾ തീരുമാനിച്ചു. ഹലോ ഹലോ എടി തുമ്പി, ഞാനാ അച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ അച്ചുവിൻ്റെ ശബ്ദം കേട്ടതും അവൾക്ക് ശ്വാസം വിളങ്ങി. തുമ്പി, നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ എടി, ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയാനായിരുന്നു. നീ ബിസിയാണോ? അല്ലടി, എന്താണെന്ന് പറയാ. എൻ്റെ കല്യാണമാണ് അടുത്ത വ്യാഴാഴ്ച. മേലേമഠത്തിലെ അമ്പലത്തിൽ വെച്ച ചടങ്ങ്. 10:30ക്കും 11നും ഇടയ്ക്ക്. നിനക്ക് വരാൻ പറ്റുമെങ്കിൽ വാ. എന്നാൽ ഞാൻ വെച്ചോട്ടെ, ലേശം തിരക്കാണേ. കാർത്തുവിൻ്റെ മറുപടി കാക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്തു പോയി. തൻ്റെ കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കി കാർത്തു അതേ നിൽപ്പ് തുടർന്നു.
അച്ചുവിൻ്റെ വിവാഹം, അതും അടുത്ത വ്യാഴാഴ്ച. കൃത്യമായി പറഞ്ഞാൽ ഇനിയുള്ളത് 8 ദിവസങ്ങൾ മാത്രം. എത്ര പെട്ടെന്നാണ് ഈശ്വര ജീവിതം മാറി മറിയുന്നത്. അവൾക്ക് തന്നോട് പകയും ദേഷ്യവുമൊക്കെ ഉണ്ടോ? ഏയ്, ഇല്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ അവൾ സ്വന്തം കല്യാണം വിളിക്കില്ലല്ലോ. ദേവമ്മ വന്ന് തൻ്റെ തോളിൽ കൈവച്ചപ്പോൾ കാർത്തു ഞെട്ടി മുഖമുയർത്തി. എന്താ മോളെ, നിന്റെ മുഖമൊക്കെ വല്ലാണ്ട്? നടന്ന കാര്യങ്ങളൊക്കെയും അവൾ അവരോട് പറഞ്ഞു. ആ, എന്തായാലും അവൾക്കൊന്ന് വിളിച്ചു പറയാൻ തോന്നിയല്ലോ, അതന്നെ വലിയ കാര്യം. അതെ, അവളൊന്ന് നെടുവീർപ്പെട്ടു. വിളക്ക് കൊളുത്താറായി, വേഗം പോയി കുളിച്ചു വരൂ. വിഷമത്തോടെ ഇരിക്കുന്ന കാർത്തുവിനെ നോക്കി ദേവമ്മ പറഞ്ഞു. എല്ലാ ദിവസവും കുളത്തിൽ മുങ്ങി ശീലിച്ചുകൊണ്ട് ഈ ഒരു കാര്യം മാത്രം വലിയ ബുദ്ധിമുട്ടാണമ്മേ. എന്തോ ചെയ്യാനാ. അവൾ അലമാര തുറന്ന് കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് എടുക്കുന്നതിനിടയിൽ അവരോടായി പറഞ്ഞു. ആ, എന്തോ ചെയ്യാനാ മോളെ, ഇനി അതൊക്കെ ഓർക്കാൻ മാത്രമല്ലേ പറ്റൂ. കാർത്ത് കുളിക്കാൻ കയറിയ സമയത്താണ് ധരൻ്റെ വരവ്. ദേവമ്മയാണെങ്കിൽ നിലവിളക്ക് കൊളുത്താനായുള്ള തിരക്കിലാണ്. കാർത്തു ഇവിടെ? കുളിക്കാൻ കയറിയതാ മോനെ, നിനക്ക് ചായ എടുക്കട്ടെ? ഇപ്പം വേണ്ട, അമ്മ വിളക്ക് കൊളുത്തിക്കോ. അതും പറഞ്ഞുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അവൻ തൻ്റെ റൂമിലേക്ക് കയറി വാതിലടച്ചു. വാഷ്റൂമിൻ്റെ വെളിയിൽ വന്ന ശേഷം എല്ലാ ഡോറി തട്ടി. എന്താ ദേവമ്മേ? ആ, ഒന്നുമില്ല കാർത്തു. നീ കുളിച്ച് കഴിയാറായോ? ആ, ദേവേട്ടാ എപ്പോൾ എത്തി? വന്ന് കയറിയതേ ഉള്ളൂ. ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ ഇറങ്ങാട്ടോ. വേഗം ആവട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ട്. യോ, എന്തു പറ്റി ദേവേട്ടാ എന്ന് ചോദിച്ചുകൊണ്ടവൾ മെല്ലെ ഡോർ അല്പം തുറന്നു കഴുത്ത് വെളിയിലേക്ക് നീട്ടിയതും ധരൻ വാഷ്റൂമിലേക്ക് ഒറ്റ കുതിപ്പിന് കയറി. ആ, കൊള്ളാലോ കാർത്തു, എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. മൊത്തത്തിലാകമാനം അവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ പറഞ്ഞതും ഉടുത്തിരുന്ന ടവൽ ഒന്നുകൂടെ മുറുക്കി ഉടുത്തുകൊണ്ടവൾ അവനെ നോക്കി ദേഷ്യപ്പെട്ടു. അഴിഞ്ഞു പോയാൽ പോട്ടടി, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ അഴിഞ്ഞൊളിഞ്ഞു കിടന്ന നനഞ്ഞ മുടിയെല്ലാം കൂടി ഒരു വശത്തേക്ക് മാറ്റിയ ശേഷം പിൻകഴുത്തിൽ തൻ്റെ അതരം ചേർത്തു. അയ്യേ, ഇതെന്തായി കാണിക്കുന്നേ? മാറിപ്പോകുന്നുണ്ടോ ദേവേട്ട? അവൾ ഒച്ച വെച്ചതും ധരൻ പിന്നിൽ നിന്നും പെട്ടെന്ന് അവളുടെ വായ മൂടി. മിണ്ടാതിരി കാർത്തു, അമ്മ അപ്പുറത്തുണ്ട്. ഇറങ്ങിപ്പൊയ്ക്കേ പെട്ടെന്ന്, ഇല്ലെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കൂട്ടോ. അവളുടെ ശബ്ദം അല്പം കൂടി ഉയർന്നു. നനഞ്ഞിറങ്ങിയില്ലേ, ഇനി കുളിച്ച് കയറാൻ പെണ്ണെ. അവളുടെ കാതോരം ഒഴിഞ്ഞുകൊണ്ട് അവൻ ഷർട്ടിൻ്റെ ബട്ടൺ ഒന്നൊന്നായി അഴിച്ചുകൊണ്ട് ഒരു വഷളൻ ചിരിയോടുകൂടി അവളെ നോക്കി. പെട്ടെന്നായിരുന്നു അവൻ്റെ ഫോൺ ശബ്ദിച്ചത്. ആ തക്കം നോക്കി കാർത്തു അവനെ തള്ളി മാറ്റിയ ശേഷം പുറത്തേക്ക് പാഞ്ഞു. ഒരൊറ്റ വീഴ്ചയായിരുന്നു അവൾ. അമ്മയെന്നൊരു അലർച്ച ആ വീടാകെ മുഴങ്ങി. ധരൻ വേഗത്തിൽ ഇറങ്ങി വന്നപ്പോൾ കണ്ടു നിലത്ത് വീണ് കിടക്കുന്ന കാർത്തുവിനെ. അഴിയാറായ ടവൽ ഒരു കൈകൊണ്ട് ചുറ്റിപ്പിടിക്കാൻ ശ്രമിക്കുകയാണവൾ. യോ, വീണോടി എന്ന് പറഞ്ഞുകൊണ്ടവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി. പക്ഷേ പറ്റുന്നില്ല. വേദന കൊണ്ടവൾ തൻ്റെ ഇടുപ്പിൽ കൈത്തലം ചേർത്ത് വിതുമ്പി. ഡാ കാർത്തു, ഭയങ്കര വേദനയാണോടാ ചോദിച്ചുകൊണ്ടവൻ അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. പെട്ടെന്നാണ് ഡോറിൽ മുട്ടുകേട്ടത്. മോളെ കാർത്തു, ദേവമ്മ വിളിച്ചതും അവൾ നടുങ്ങി. ഞാൻ പോയി വാതിൽ തുറക്കാമെന്ന് പറഞ്ഞുകൊണ്ടവൻ ഡോറിൻ്റെ അടുത്തേക്ക് പോയതും അവൾ അവനെ തിരികെ വിളിച്ചു. എന്താടാ, എനിക്ക് ഏതെങ്കിലും ഒരു ടോപ്പ് എടുത്തതാ? അവൾ പിറുപിറുത്തു. പെട്ടെന്നാണ് അവൻ പോലും അത് ഓർത്തത്. വേഗം ചെന്നിട്ട് അവൻ ഏതോ ഒരു ടോപ്പ് വലിച്ചെടുത്ത് അവളുടെ തലയിലൂടെ ഇട്ടു കൊടുത്തു. ബാക്കിയൊക്കെ പിന്നീടാട്ടോ. അവൻ പിറുപിറുത്തപ്പോൾ അവൾ ചുണ്ട് കൂർപ്പിച്ച് ഒരു നോട്ടം നോക്കി. മോളെ, വീണ്ടും അമ്മയുടെ ശബ്ദം. അവളെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അവൻ ചെന്ന് ഡോർ തുറന്നു. എന്താടാ, മോളെന്തിനാ കരഞ്ഞേ ചോദിച്ചുകൊണ്ട് അവർ തിടുക്കത്തിൽ അകത്തേക്ക് വന്നു. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒന്ന് സ്ലിപ്പായതാമ്മേ, കാലൊന്നും അടിഞ്ഞു. എൻ്റെ കൃഷ്ണ, ഇതെന്തൊക്കെയാ കേൾക്കുന്നേ? എന്നിട്ട് എന്തേലും പറ്റിയോ മോളെ? ദേവമ്മ വന്ന് അവളുടെ അരികത്തായി ഇരുന്നു. ഏയ്, കുഴപ്പമില്ലെന്നേ, മാറിക്കോളും. ഒരു വരണ്ട ചിരിയോടെ അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. കാലിന് നല്ല വേദനയുണ്ട്. നേരെ നിൽക്കുന്ന കാര്യം ഇനി കണ്ടറിയണമെന്ന് അവൾ മനസ്സിൽ ഓർത്തു. ദേവമ്മ അവളുടെ കാലിൽ ഒന്ന് പിടിക്കാൻ നോക്കിയതും കാർത്തു കരയാൻ തുടങ്ങി. യോ അമ്മേ, വേണ്ട, എനിക്ക് വല്ലാണ്ട് വേദനിക്കുന്നു. ഈശ്വര, പൊട്ടലോ മറ്റോ ഉണ്ടോ ആവോ? ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് വരാം.
പറഞ്ഞുകൊണ്ട് അവർ വേഗത്തിൽ എഴുന്നേറ്റു. അമ്മ ആ തൈലം ഒന്നെടുത്ത് തന്നാൽ മതി, ഞാനത് പുരട്ടാം, എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ പോയാൽ പോരെ. എന്നാൽ അങ്ങനെ ചെയ്യാം, എന്നിട്ട് ഒന്നുകൂടെ നോക്കാല്ലേ. ആ അത് മതി, അമ്മ പോയി നാമം ജപിക്കൂ, നേരം വൈകി, പറഞ്ഞുകൊണ്ട് കാർത്തു ചാരിയിരുന്നു. ദേവാ, നീ ഇങ്ങോട്ട് വന്നേ, വേഗം ആ തൈലം എടുത്ത് തരാം. കുപ്പിയുടെ അടപ്പ് തുറന്ന് അവൻ അല്പം തൈലം കയ്യിലേക്ക് ഇറ്റിച്ചൊഴിച്ചു. കൈകൾ രണ്ടും ഒന്ന് കൂട്ടിത്തിരുമ്മി അവളുടെ ടോപ്പിൻ്റെ മുകൾ ഭാഗം ഉയർത്തിയ ശേഷം അതൊന്ന് തേച്ചു പിടിപ്പിച്ചു. ആ പതുക്കെ, വേദനിക്കുന്ന ദേവേട്ടാ. അവളുടെ ശബ്ദം ഇടറി. അപ്പോഴേക്കും ദേവമ്മ ഒരു പാത്രത്തിൽ ചൂടുള്ള ഉപ്പിട്ട് കൊണ്ടുവന്നു. ഒരു ടവലെടുത്ത് അതിൽ മുക്കിപ്പിഴിഞ്ഞ് ആവി കൊള്ളിച്ചു. അല്പ ആശ്വാസം പോലെ കാർത്തൂന് തോന്നി. ഇപ്പം എങ്ങനെയുണ്ട് മോളെ, മാറ്റമുണ്ടോ? ഉണ്ട്. ആ കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാട്ടോ. അവളൊന്നും മൂളി. അവളുടെ നനഞ്ഞ മുടിയെല്ലാം ഒന്നുകൂടി അഴിച്ച് തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടി വെച്ചു കൊടുക്കുകയാണ് ദേവമ്മ. അത് കണ്ടതും അവളെ ഒന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ധരൻ കുളിക്കാനായി കയറിപ്പോയി. അമ്മേ, എന്താ കുട്ടി? ഞാൻ കുളിച്ചു കഴിഞ്ഞ് വേഷമൊന്നും നേരെ ചൊവ്വേ മാറിയില്ല കേട്ടോ. അതെയോ, ഞാൻ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവമ്മ ചെന്ന് അവൾക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തുകൊണ്ടുവന്ന് കൊടുത്തു. കാർത്തുവിന് കാലിന് വേദന ഉണ്ടായിരുന്നതുകൊണ്ട് അവരാണ് അവളെ വേഷം മാറ്റാൻ സഹായിച്ചത്. ധരനിറങ്ങി വന്നപ്പോഴുണ്ട് കാർത്തു ഒരു പാവാടയും അതിനോട് ചേർന്ന ടോപ്പും ഒക്കെ ഇട്ടിരിക്കുന്നു. അമ്മ അപ്പോഴേക്കും ഇറങ്ങിപ്പോയിരുന്നു. ഇത്ര വേഗം ഡ്രസ്സെല്ലാം മാറിയോ കാർത്തു? ചോദിച്ചുകൊണ്ടവൻ കാർത്തുവിൻ്റെ അടുത്തേക്ക് വന്നു. മിണ്ടരുത് നിങ്ങൾ. പെട്ടെന്ന് അവൾ പറഞ്ഞതും അവൻ സ്തംഭിച്ചു പോയി. എന്താടി പറ്റിയേ? അവൻ അവളുടെ അരികത്തായി വന്നിരുന്നു. ദേവേട്ടൻ കാരണമല്ലേ എനിക്കിപ്പോൾ ഈ അവസ്ഥ വന്നത്. എന്തൊരു വേദനയാണെന്നറിയോ? കരഞ്ഞുകൊണ്ട് തന്നെ നോക്കി പറയുന്നവളെ കാണുകെ അവനും വിഷമമായി. തുടരും.